ഹായ്! നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഫൈനലി ഹംപിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഉച്ച ആയതുകൊണ്ടും ഒരുപാട് കാണാനുള്ളത് കൊണ്ടും ഞാൻ കുറച്ചാണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പം അങ്ങനെ നമ്മൾ ഹംപിയിൽ എത്തിയിരിക്കുകയാണ്. ഹംപിയിലേക്ക് ഇതൊക്കെ ഹംപിയുടെ ഭാഗമായിട്ട് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഹംപിയുടെ ഭാഗമാണ്. ഏക്കർ കണക്കിന് കിടക്കുന്ന ഒരു പ്രദേശം. അതായത് പഴയ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനാണ് കേട്ടോ ഇന്നത്തെ ഹംപി എന്ന് പറയുന്ന പുരാതന നഗരാണ്. നമ്മൾ 2 ദിവസമായിട്ട് ട്രാവൽ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് റൂം എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇവിടെ റൂമൊന്നും നമുക്ക് കറക്റ്റ് ആയില്ല കേട്ടോ. കാരണം നമുക്ക് നമ്മളെ ബഡ്ജറ്റും നമ്മളെ ക്ലീനൊക്കെ ഉള്ള റൂം നമുക്ക് പറ്റിയില്ല. ഇപ്പം നമ്മൾ എത്തിയത് കറക്റ്റ് 12:30 കേട്ടോ. ഞാനിവിടെ നിൽക്കുന്ന ഈ സമയം, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം കറക്റ്റ് 12:30 ഉച്ചയാണ്. നല്ല വെയിൽ വന്നു, നല്ല വെയിൽ, നല്ല ടയേർഡും ഉണ്ട് കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഷോർട്ടാക്കിയിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് ഹംപിയിലാണെന്നൊക്കെ ഷോർട്ടാക്കിയിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഹംപിയുടെ ഭാഗത്ത് ഈ സൈഡ്, 2 സൈഡായിട്ടും ഒരുപാട് സംഭവങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഇവിടെ 6 മണി വരെ ഉണ്ട്. 6 മണിക്ക് ശേഷം ഇത് ക്ലോസാണ്. നമ്മൾ ശരിക്കും ഒരു രാവിലെ നേരത്തെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നിങ്ങളൊരു വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാതെ ശരിക്കും വീഡിയോ എടുക്കാം. ഞാൻ നിങ്ങൾക്ക് ഹംപിനെ കുറിച്ചിട്ട് കുറച്ച് ഷോർട്ടാക്കിയിട്ട് ഒരു ചെറിയ ചരിത്രം പറഞ്ഞുതരാം കേട്ടോ. ഹംപി എന്ന് പറയുന്നത് ഉത്തര കർണാടകത്തിലെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഒരു പുരാതന നഗരമാണ് ഹംപി. തുംഗഭദ്ര നദിയുടെ തെക്കേ കരയിലായിട്ടാണ് ഹംപി സ്ഥിതി ചെയ്യുന്നത്. വിജയനഗരത്തിൻ്റെ ചരിത്രാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്ന ഹംപി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനവുമായിരുന്നു. തുംഗഭദ്ര നദിയുടെ തീരത്ത് നിർമ്മിച്ചതിനാൽ നദിയുടെ പുരാതന നാമമായ പമ്പ എന്ന പേരിലായിരുന്നു ഹംപി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്.
വിരൂപാക്ഷ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ ഈ ഗ്രാമം വിജയനഗരത്തിന്റെ കാലത്തിന് ശേഷവും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി തുടരുന്നു. പുരാതന നഗരത്തിലെ നിരവധി ചരിത്ര സ്മാരകങ്ങൾ ഹംപിയിലുണ്ട്. പിന്നെന്താന്ന് വെച്ചാൽ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിലും ഹംപിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ 50 രൂപ നോട്ടുമേ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഈ ഒരു സംഭവം. അതേ സംഭവമാണ് കേട്ടോ ഇതിവിടെ ഹംപിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇത് കാണാനായിട്ട് ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട് കേട്ടോ. വിനോദസഞ്ചാരികൾ ഇത് കാണാൻ മാത്രമായിട്ട് വരുന്ന ഒരുപാട് വിനോദസഞ്ചാരികളുണ്ട്. അപ്പം ഇതാണ് ആ സംഭവം. അപ്പം നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഞാൻ കുറച്ച് നിങ്ങളെ കാണിക്കുന്നുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരു ദിവസം 2 ദിവസമൊക്കെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ വീഡിയോ എടുത്ത് കാണിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കിവിടെ അതിന് പറ്റിയൊരു സ്പോട്ടാണ്. പക്ഷെ നമുക്ക് വീഡിയോക്ക് ഉചിതമായിട്ടുള്ള സ്പോട്ട് തന്നെയാണ്. പക്ഷെ നമുക്ക് ഒരുപാട് ടയേർഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ചാണ് നിങ്ങളെ കാണിച്ചത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഒരു ടണലാണ് ഇത്. ടണലിൻ്റെ മുകളിൽ കൂടി നമ്മളൊരു ട്രെയിന് പോകുന്നുണ്ട് കേട്ടോ. ഗുഡ്സ് ട്രെയിനാണ് പോകുന്നത്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ. ഇതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും സജഷൻസോ വീഡിയോ കുറച്ചും കൂടി നന്നാക്കണം അങ്ങനെ കുറേ സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പം നമ്മൾ പുതിയൊരു സ്പോട്ടിൽ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ടാറ്റാ.